അപ്പോൾ ഗൈസ് കുഞ്ഞിതേ നമ്മുടെ ഡയറി മിൽക്ക് സിൽക്സ് ഒക്കെ വാങ്ങിച്ചതിൻ്റെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ട്രെയിനിലാണ് പോകുന്നത്. വേറെ എങ്ങോട്ടും അല്ല, വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്. അതുപോലെ തന്നെ കുഞ്ഞ് ഒരുപാട് നാളായിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് ഒരു 11:15 സമയത്ത്. ഇതാ നമ്മളെത്തി. ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ഗുരുവായൂരാണുള്ളത്. വെളുപ്പിനെ തന്നെ അവിടെ ചെന്നെത്തിയിട്ട് നമ്മൾ കുളിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് നമുക്ക് എത്ര ഒരുങ്ങാവോ, ഓവറാക്കരുത്, സുന്ദരികളായിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നമുക്കുള്ള സൗന്ദര്യമൊക്കെ പുറത്തോട്ട് വരുള്ളല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അണിഞ്ഞ് ഒരുങ്ങി പൂവൊക്കെ വെച്ച് ഭഗവാനെ കാണാനായിട്ട് ഞാനും അമ്മയും കുഞ്ഞി അനുവേട്ടനോട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഭഗവാനെ കണ്ടു തൊഴുതു. അവിടെ 28-ാം തീയതി ഉത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് അവിടെ നിയന്ത്രണങ്ങൾ ഒരുപാടുണ്ട്. 28-ാം തീയതി ഏകദേശം ഒരു മാർച്ച് 10-ാം തീയതിക്ക് ശേഷം പോകുന്നതായിരിക്കും. ഇനിയും പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യമാണ്. അവിടെ കൊടിയേറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അവിടെ. അതിനുശേഷം ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് ഭഗവാനെ നല്ല രീതിയിൽ തൊഴാൻ പറ്റിയിട്ടോ. അകത്തോട്ട് കയറ്റി വിടുന്നുണ്ടാവുന്നില്ല. നമ്മുടെ നാലമ്പലത്തിനുള്ളിലേക്ക് നമ്മളെ കയറ്റി വിടില്ല. പുറത്ത് നിർത്തി നമുക്ക് ക്യൂ ഒക്കെ പാലിച്ച് തൊഴാനായിട്ട് പറ്റും. എന്തായാലും നല്ല രീതിയിൽ ദർശനം കിട്ടി. നമ്മുടെ ഏറ്റുമാനൂർ കിട്ടിയ പോലെ തന്നെ പുറത്ത് ശിവേലിക്കും ഒക്കെ ഭഗവാനെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല രീതിയിൽ ഭഗവാനെ ദർശിക്കാൻ പറ്റി. നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് ശേഷമേ വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയി നല്ല രീതിയിൽ നമുക്ക് ദർശനം കിട്ടി. പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, പിറ്റേ ദിവസം ഞങ്ങളൊരു 3-ഓട് കൂടി വീട്ടിലും തിരിച്ചെത്തി കേട്ടോ. എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് ഗുരുവായൂരപ്പൻ സാധിച്ചു തന്നു. അപ്പോൾ ഇനിയും ഭഗവാനെ കാണാനായിട്ട് പോകാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.